ഹലോ ഗൈസ്, പോലീസ് സ്റ്റേഷൻ്റെ സ്റ്റാറിൽ റെഡ് ബട്ടൺ ഉണ്ട്. പ്രസ് ചെയ്താൽ ഗ്രാനി വരും എന്നാണ് പറയണത്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഞാനൊരു പൊളിക്കും. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാഷിർ വൈറ്റി. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഗെയിമാണ്. ഇതിൽ പറയുന്നത് എല്ലാവരും പറയുന്നുണ്ട്, ഇത് കുറേ യൂട്യൂബർമാരൊക്കെ പറയുന്നുണ്ട്, ഇതിൽ സ്റ്റാർ ഉണ്ട്. ഈ മഞ്ഞ സ്റ്റാറിൽ ഒരു റെഡ് ബട്ടൺ ഉണ്ട്. റെഡ് ബട്ടൺ അത് പൊട്ടിച്ചാൽ ഇത് വരും എന്നാണ് പറയണത്. അപ്പോൾ ഇതിങ്ങനെ തുറക്കുക. ഇവിടെ ഫുൾ സെക്യൂരിറ്റി എന്തൊക്കെയാണല്ലോ. നമുക്ക് എങ്ങനെയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഗ്രാനിനെ വരുത്തണം. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. കുത്തി വയ്ക്കാം, പൊട്ടൂല. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. 2 സെക്യൂരിറ്റികളുണ്ട്. ക്യാമറ, CCTV ഒക്കെ ഉണ്ട്. അതാണ് നമുക്ക് ഒരു പേടിയില്ല. അല്ലെങ്കിൽ ഇപ്പം പോലീസുമാരൊക്കെ കൊല്ലായിരുന്നു. ഈ റെഡ് ബട്ടൺ അമർത്തിയാൽ ഗ്രാനി വരയ്ക്കാണ് പറയുന്നത്. അപ്പം നമ്മളെ നീല ലംബോർഗിനി അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ഗണ്ണ് വേണമല്ലോ. ആ പിസ്റ്റൾ ഉണ്ടാവുമല്ലോ, പിസ്റ്റളോ RPG ഒക്കെ വേണ്ടിവരും. അപ്പോൾ RPG എടുക്കാൻ ഇവിടെ 2 സെക്യൂരിറ്റികളാണ്. അപ്പോൾ RPG എടുക്കാൻ നമുക്ക് നമ്മളെ 2 AK-47 നമ്മളതാണ്. അടിപൊളി ലംബോർഗിനിയാണ്. കോടിക്കണക്കിന് വിലയുള്ള ലംബോർഗിനിയാണ് കേട്ടോ ഗൈസ്. നമ്മളെ ലംബോർഗിനി ഇതിന് നമുക്ക് കയറി ഗൺ ഷോപ്പൊക്കെ പോവാട്ടോ. ഇതിനെ സ്പീഡ് കണ്ടില്ലല്ലോ, എന്നാൽ നിങ്ങൾ കണ്ടോളൂ. അതോ ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട്, സാരില്ല. അപ്പോൾ ഇതാ ഇതിൻ്റെ സ്പീഡ് വമ്പ സ്പീഡാണ്. ആ കാണുന്ന റെഡ് ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിലാണ് ഇത് വിൽക്കണത് എന്നാണ് പറയണത്. അപ്പോൾ കൈസ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഗൺ ഷോപ്പ് അതാണ്. ഒയ്യപ്പ തന്നെ തട്ടിന്നു കൈസ്. നമ്മളെ ലംബോർഗിനി ഇവിടെ നിർത്തില്ല. ലംബോർഗിനിയെ ഒന്നും പച്ചലേട്ടാ, അവിടെ കിട്ടാ. നമുക്ക് ഈ ഗൺ ഷോപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്നിട്ട് ഇത് കുഴക്കറ് കയറിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞത് 10 കോടി വേണമെന്നാണ് പറയുന്നത് വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിച്ച് നമ്മളെ വിമാനത്താവളത്തിലൊരു ഇതില്ലേ, ഒരു ജെറ്റ് ഉണ്ടല്ലോ, ജെറ്റ് ഉണ്ട്. ഇതിൽ വിമാനത്താവളത്തിലൊരു ജെറ്റ് ഉണ്ട്. ആ ജെറ്റ് എടുത്തുകൊണ്ടിരാൻ പറ്റുമോ നോക്കാം നമുക്ക്. ആ ജെറ്റ് എടുത്തുകൊണ്ടിരാൻ പറ്റുമോ നോക്കാം. നമുക്ക് വിമാനത്താവളത്തേക്കൊന്ന് പോയി നോക്കാം. നമ്മളെ അടിപൊളി ലംബോർഗിനിയാണ് കേട്ടോ. ജെറ്റിനൊക്കെ നല്ല പൈസ ഉണ്ടാവില്ല, 10 കോടിൻ്റെ മേലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പൈസ ഇട്ട് നമുക്ക് വേറൊരു വണ്ടി വാങ്ങാം, ബൈക്ക് എന്തെങ്കിലുമൊക്കെ വേഗം ചെയ്യാം. ഈ വലിയ വിമാനം എടുത്താലോ? വേണ്ട, വലിയ വിമാനം വേണ്ട. അതിനൊക്കെ വലിയ പൈസക്കാരാ, പിന്നെ പൈസ ബാക്കിക്കാരാ. നമുക്ക് ആ ഇതിലുള്ള ചെറിയ ഈ യെല്ലോ ജെറ്റ് എടുക്കാം. അതാവുമ്പോൾ പൈസക്ക് അടിപൊളിക്കാരും. അതിനെനിക്ക് ജെറ്റ് ഓടിച്ചാരുടെ ഓടിച്ചാരി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് കയറി നോക്കാം, കയറിപ്പോയി നോക്കാം. എവിടെയാണ് അത്രക്ക് പുറത്തൊന്നും ഇല്ല കേട്ടോ. കയറടാ, ഇവിടെ പൊട്ട വാങ്ങി കയറിക്കൂടെ പൈസ. നമുക്ക് ജെറ്റ് എടുത്ത് പോയി നോക്കാം. ഉള്ളോ ജെറ്റ് വർക്കുണ്ട് കേട്ടോ ഗൈസ്. ജെറ്റ് ഇതാ വർക്കണം. അല്ലോ ഇതെന്താ ഇങ്ങനെ? അയ്യോ പൊട്ടിയോ. ഇറങ്ങി വേർങ്ങ. ഇതെന്തോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തി. നമ്മളൊക്കെ ആകെ തല കറങ്ങി വീണ് ആകെ. നമ്മൾ ലംബോർഗിനി ഇവിടെ ഉണ്ട്, സുന്ദരമായ ലംബോർഗിനി. ഇനി നമുക്ക് ഇതിൽ കൂടെ പോകണം. ഇനി ആകെ കൂടെ ഒരു വഴി മാത്രമേ ഉള്ളൂ. നമ്മുടെ ലംബോർഗിനി വിൽക്കേണ്ടി വരും. നമ്മളെ ലംബോർഗിനി കഴിച്ച് വിൽക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഗൺസ് എടുത്തിട്ട് ഗ്രാനിനെ വരുത്താനുള്ള പരിപാടിയാണ്. എങ്ങനെയൊക്കെ റെഡ് ബട്ടൺ നിൽക്കണമെന്നാണ് എൻ്റെ പരിപാടി. നമുക്ക് പോവാം ഗൈസ്. ലംബോർഗിനി നമുക്ക് ആ ഗൺ ഷോപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാം ഗണ്ണും കിട്ടിക്കുന്നു കേട്ടോ ഗൈസ്. ലംബോർഗിനിയോട് ടാറ്റ പറഞ്ഞ് നമ്മൾ പോവുകയാണ്. എല്ലായിടും ഞമ്മങ്ങനെ പോവാ.
ഇനിയിപ്പോൾ നമ്മളങ്ങനെ പോവാ. അതോ ഇനിയിപ്പോൾ എന്താ കാട്ടാം? നമുക്കൊന്ന് പോയി നോക്കാം. ഗൺസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വെയിറ്റ് 2 വണ്ടികൾ വരുന്നുണ്ട്. ഇതൊരു വണ്ടി എടുക്കുക. സാറ് നിൽക്ക്. എൻ്റെ വണ്ടി ഏതായാലും വിറ്റു. അപ്പോൾ ഇയാൾ കുറച്ച് നേരം വണ്ടി ഇല്ലാതെ നിൽക്ക്. എൻ്റെ വണ്ടി പോയിൻ്റെ വിഷമം എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ സൈഡിട്ട കാക്ക എപ്പരാ നല്ല പോകണം. പോലീസ് സ്റ്റേഷനൊക്കെ പോയ അവിടെ പോലീസുമാരും സെക്യൂരിറ്റികളൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല കർശനായ നിയമക്കാരൻ നോക്കിയൊക്കെ നമുക്ക്. പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ എടുത്തിട്ടല്ലേ? വണ്ടി ഇവിടെ വന്നോട്ടെ. നാളെ ഗ്രാനി നമ്മൾ പിടിച്ചാൽ വരുമ്പോൾ വണ്ടി എടുത്ത് പോകാൻ പറ്റുള്ളൂ. അയ്യോ ഇതുപോലത്തെ വണ്ടി വരുന്നുണ്ട്. ഇവിടെ ഓടി വരുന്നതാ. പിടിച്ച് വഴിക്കൊള്ളു. എത്ര ആൾക്കാരാ മോനെ! ഇത് എന്തടാ കൂട്ടപ്പടേ! കിട്ടി. ഇവരെന്ത് എത്ര ആൾക്കാരാണ്! ഇവരെ കുത്തുണ്ടാ. ഇവരെ വെടിക്കണ്ടില്ലേ? അയ്യോ ഇവനോട് വെടിയേക്കാം നമുക്ക്. വെടിക്ക്. ഇതിലൊക്കെ ഉണ്ട ഫുള്ളാണ് കേട്ടോ ഗൈസ്. ഉണ്ട ഫുള്ളാണ് കേട്ടോ. എന്താ സ്റ്റാർ പൊട്ടില്ല? എന്താ സ്റ്റാർ പൊട്ടാത്ത? അപ്പോൾ അങ്ങനെ വന്നിട്ട് ഗൈസ് പൊട്ടുന്നില്ല. പിസ്തലും പൊട്ടുന്നില്ല ഗൈസ്. RPG പൊട്ടുന്നില്ല ഗൈസ്. ഇതെന്താണ്? ഇതിലൊക്കെ പറഞ്ഞ് വെറുതെ ആണോ? പക്ഷെ ഇങ്ങനെ കാണിച്ചു തന്നെയല്ലോ. നോക്കി നോക്കാം. ഒന്നുകൂടി നോക്കി നോക്കാം നമുക്ക്. ഞമ്മക്ക് ആ കൂടെ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. 500 5000 അല്ല 50 എടുക്കാം. 50 എടുത്തിട്ട് നമുക്ക് പോലീസ് വണ്ടി എടുത്ത് പോയാലോ? ഇതിൻ്റെ ഡോറോടെ എന്തത്? ഇനി ആ കൂടെ ഒരു വഴി മാത്രമേ ഉള്ളൂ. എല്ലാം സ്റ്റിക്കി ബോംബ് ഘടിപ്പിച്ച ഡിനോസറിൻ്റെ മേത്തൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഘടിപ്പിച്ചാൽ. ഇനി സ്റ്റാറിനെ ഫുള്ളാണ് കത്തിച്ചിട്ട് ഉണ്ട് എന്താ സ്റ്റിക്കി ബോംബ് ആക്റ്റീവ് ആക്കാം. ഡിനോസർ എല്ലായിടത്തും ക്യാമറ എല്ലായിടത്തും നോക്കാം. ഇന്നത്തോടെ ഇത് ഫുള്ളാണ് തിന്നിട്ട് നമുക്ക് റെഡ് ബട്ടൺ വെക്കണം. റെഡ് ബട്ടൺ നെക്കിയിട്ട് വേണം ബാക്കി ഫുള്ള്. നമുക്ക് പോലീസുകാർ ഇതിനുള്ളിലൊക്കെ കയറ്റിയിട്ടാണ്. അതാകുമ്പോൾ കുറച്ച് ഇത് കിട്ടുമല്ലോ. പോലീസുകാർ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറുന്നില്ലല്ലോ. അവിടെ കിടക്കട്ടെ. നമുക്ക് ഇതിമൊക്കെ സ്റ്റിക്കി ബോംബ് വെച്ചിട്ട് കുറച്ച് അകലെ വന്നിട്ട് സ്റ്റിക്കി ബോംബ് ആക്റ്റീവ് ആക്കട്ടെ. ഗൈസ് പൊട്ടി അതാ മറ്റേ റെഡ് ബട്ടൺ അതാ. ഇതെന്താ കയറാൻ പറ്റുന്നില്ലല്ലോ. ഇതെന്തൊരു കഷ്ടമാണ്. കയറാൻ പറ്റുന്നില്ല. ഇതിൽ കൂടെ കയറാൻ പറ്റില്ല. അങ്ങനെ ഒഴിവാക്കാം. ഇതെന്തൊരു കഷ്ടമാണ്. അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് നോക്കി നോക്കാം. അപ്പുറത്തെ സൈഡിൽ കൂടെ പോയോ? ഇതെന്താ ഡിനോസറിൻ്റെ ഇതാണ്. അപ്പോൾ ഗ്രാനിൻ്റെ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ബാക്ക് സൈഡിൽ ഗ്രാനി ഉണ്ട് തോന്നുന്നുണ്ട്. ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഗോയ്സ് പോലീസ് വിഷയല്ല. പോടാ ഗ്രാനിനുണ്ട്. ഗ്രാനി ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ. ഗ്രാനി എന്താ മറ്റേ ഇതൊന്നും കാട്ടുന്നില്ലല്ലോ. എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഗ്രാനൊക്കെ വന്നിട്ടുണ്ട്. ഇല്ല കേട്ടോ, ഗ്രാനൊന്നും വന്നിട്ടില്ല. അതൊക്കെ എഡിറ്റിംഗ് ആണ് കേട്ടോ. വെറുതെ പോയിക്കാണ്ട് വീഡിയോ ഒന്നും കാണാൻ നിൽക്കണ്ട. അപ്പോൾ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.